ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രസൻറ്റേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊരു 8 പോയിൻ്റ് ഉണ്ടായിരുന്നു. 8 പോയിൻ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നീട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, that is details of presentation of ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ഒരു 5 പോയിൻറ്റുകൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. SOFP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് SOPL, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി SOCE, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നോട്ട്സ് ഇൻ പാരഗ്രാഫ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ആദ്യം പഠിക്കാനുള്ളത് പ്രസൻറ്റേഷൻ ഓഫ് ബാലൻസ് ഷീറ്റിലെ ബാലൻസ് ഷീറ്റിൻ്റെ സ്പെസിമൻ ഓഫ് ബാലൻസ് ഷീറ്റാണ്. നമുക്കിവിടെ IFRS അനുസരിച്ച് നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് എന്നല്ല നമ്മൾ ഇവിടെ പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ സ്പെസിമെനിലേക്ക് പോവാം. സാധാരണ നമ്മൾ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച പോലെ തന്നെ വലത് ഭാഗത്ത് നമ്മൾ 3 കോളംസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു കോളം നമുക്ക് എമൗണ്ട് കോളത്തിന് 2 കോളം വേണം. ഒരു എമൗണ്ട് കോളം എന്ന് പറയുന്നത് കറണ്ട് ഇയർ എമൗണ്ട് കോളമായിട്ട് അല്ലെങ്കിൽ എമൗണ്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അടുത്ത എമൗണ്ട് കോളം എന്ന് പറയുന്നത്, ലാസ്റ്റ് എമൗണ്ട് കോളം എന്ന് പറയുന്നത് എമൗണ്ട് ഫോർ പ്രീവിയസ് ഇയർ. അപ്പോൾ ഇവിടെയും കമ്പാരിസൻ്റെ സാധ്യതയുണ്ട്. അതിനിപ്പുറത്ത് ചെറിയൊരു കോളം നമ്മൾ ബാങ്കിൽ ഷെഡ്യൂൾ നമ്പർ എഴുതിയതിന് പകരമായിട്ട് ഇവിടെ നോട്ട് നമ്പറാണ്. അപ്പം നോട്ട് നമ്പറിന് പ്രത്യേക ഷെഡ്യൂളുകളില്ല. നോട്ട് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഐറ്റം ആണോ. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം PPE ആണ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് നോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്പർ 1 എന്ന് പറഞ്ഞ് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ബാങ്കിൻ്റെ പോലെ ഫിക്സഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ നമ്പറുകൾ ഇതിനില്ല. ഇതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട് നമ്പറുകളാണ്. നോട്ട് നമ്പറുകൾ ആവശ്യത്തിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്താൽ മതി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് വ്യൂ എന്തിനെ പറ്റി ഇല്ല. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി പറയുന്നില്ല. അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് വേണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിമൻ അവിടെ പറയുന്നില്ല. അപ്പോൾ അതനുസരിച്ച് കമ്പനിയിലോ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോർമാറ്റാണ്, സ്പെസിമനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കുക, ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ SOFP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് SOFP. ഇനി നമുക്കുള്ളത് 4 കോളമാണ്. 4 കോളത്തിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാർജിൻ സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ വലിയ പർട്ടിക്കുലേഴ്സ് കോളം അല്ലെങ്കിൽ ഐറ്റംസ് കോളം. അത് കഴിഞ്ഞ് ചെറിയൊരു നോട്ട് നമ്പർ അതിന് ശേഷം പ്രൊവൈഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഫിഗേഴ്സ് ഓഫ് കറണ്ട് ഇയർ, ദെൻ ഫിഗേഴ്സ് ഓഫ് പ്രീവിയസ് ഇയർ. അപ്പം 2 വർഷത്തെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 2 കോളംസ് വരയ്ക്കേണ്ടത്. 2 വർഷത്തെ എമൗണ്ടുകൾ തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 2 കോളംസ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈസ് ബാലൻസ് ഷീറ്റാണ്, അല്ലെങ്കിൽ ആ പേര് പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള പേര് പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം വലിയ ഒരു സൈഡ് അല്ലെങ്കിൽ വലിയൊരു ഭാഗം അല്ലെങ്കിൽ മാർജിൻ കഴിഞ്ഞിട്ടുള്ള വലിയ സ്പേസ് പർട്ടിക്കുലേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഐറ്റംസിനായിട്ട് കൊടുക്കുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 3 കോളമാണ് വേണ്ടത്. 3 കോളത്തിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ചെറിയ കോളം മതി, നോട്ട് നമ്പർ ഇടാനാണ്. ഇപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ നോട്ട് നമ്പർ ഇടാൻ വേണ്ടിയുള്ള ചെറിയ കോളം വരയ്ക്കുക. അത് കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ 2 എമൗണ്ട് കോളംസ് 2 പ്രൊവൈഡ് ചെയ്യുക. 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കറണ്ട് ഇയറിലെ ഫിഗേഴ്സ് എഴുതാനുള്ള സ്പേസ്, ദെൻ അപ്പുറത്ത് വീണ്ടും പ്രീവിയസ് ഇയർ എഴുതാനുള്ള സ്പേസ് കൊടുക്കുക.
പ്രീവിയസ് ഇയർ എഴുതാനുള്ള സ്പേസ് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി അസറ്റ് സൈഡ് അല്ലെങ്കിൽ എന്താണ് ഓരോ ഐറ്റംസ് നമ്മൾ എഴുതാൻ പോവുകയാണ്. ആ ഐറ്റംസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ അസറ്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക, അസറ്റ്സ്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം അസറ്റ്സ് ആണ്. അസറ്റ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അസറ്റ്സിൻ്റെ താഴെ നോൺ കറണ്ട് അസറ്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. നോൺ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിൽ എന്താണ് നോൺ കറണ്ട് അസറ്റ് ഞാൻ പറയാൻ പോവുകയാണ്, കുട്ടികൾ ശ്രദ്ധിക്കുക. ആ പേജ് നമ്പർ 161 ആണ്, പേജ് നമ്പർ 161 അതുകൂടി ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ് ഒന്നാമത്തെ ഐറ്റം. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഒന്നാമത്തെ ഐറ്റം. എന്താണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ളത് പിന്നീട് പറയാം. 1 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. 2 ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. 3 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. 4 ഇൻടാഞ്ചിബിൾ അസറ്റ് -ഇട്ട് ഗുഡ് വിൽ. അവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ എഴുതാതിരിക്കരുത്, കാരണം അവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വില്ല് മാത്രമാണ് അവിടെ എഴുതേണ്ടത്. 4ാമത്തെ ടോപ്പിക്കിൽ. 5 അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതിൽ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ എന്തൊക്കെയാണ് അതർ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ 4ാമത്തെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വില്ലാണ്. 5ാമത്തെ ഇൻടാഞ്ചിബിൾ അസറ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. 6 ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ്സിന് 6ാമത്തെ ഐറ്റത്തിന് താഴെ നമ്പർ ഇട്ട് പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നാമത്തെ. 2 ട്രേഡ് റിസീവബിൾസ്. 3 ലോൺസ്. 4 അതേഴ്സ് ടു ബി സ്പെസിഫൈഡ്. വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. 7 ബയോളജിക്കൽ അസറ്റ്സ്. ബയോളജിക്കൽ അസറ്റ്സ് എന്താണെന്ന് ചിലപ്പോൾ പുതിയ ഐറ്റം ആയിരിക്കാം, കുട്ടികൾക്ക് അറിയുണ്ടാവില്ല, പറഞ്ഞുതരാം. 8 ഡെഫേർഡ് ടാക്സ് അസറ്റ്. അതും നമുക്ക് പറയേണ്ട ഒരു ഐറ്റമാണ്. 9 അതർ നോൺ കറണ്ട് അസറ്റ്സ് ബ്രാക്കറ്റിൽ ടു ബി സ്പെസിഫൈഡ്. അപ്പോൾ 9 ഐറ്റമാണ് നമ്മൾ നോൺ കറണ്ട് അസറ്റിൽ പറയേണ്ടത്. ഈ 9 ഐറ്റം നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9 അത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ കൃത്യമായിട്ടുള്ള നമ്പറുകൾ എഴുതി കൃത്യമായിട്ട് വേണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഇത് പഠിച്ചാലാണ് നമുക്ക് ആ ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട്, ഇതിൻ്റെ ഓർഡറൊന്നും കൃത്യമായിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഓർഡറൊന്നും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിലും കൃത്യമായിട്ട് ഓർഡറൊക്കെ സ്പെസിഫൈ, ഏറെക്കുറെ ഓർഡേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കണം. ഈ 9 ഐറ്റം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെയും ഈ ചാപ്റ്ററിലും അതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റേഷ്യോ അനാലിസിസ് ആണ് പഠിക്കേണ്ടത്. റേഷ്യോ അനാലിസിസിൽ റേഷ്യോസ് പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നോട്ട് നമ്പർ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഐറ്റംസ് പറ്റുകയാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 12 പ്രാവശ്യം വായിച്ച് അത് മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോന്ന് കാണുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ നമ്പർ അറിയാൻ സാധിക്കും. അടുത്തത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിൽ ഞാൻ വായിക്കുക ഓരോന്ന്, വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുന്നു. ഇൻവെൻ്ററീസ്, ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ വീണ്ടും ഡിവിഷൻ ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ബാങ്ക് ബാലൻസസ് അതർ ദാൻ 3. അതായത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസിൽ പറഞ്ഞത് കൂടാതെയുള്ള ബാങ്ക് ബാലൻസസ് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ഐറ്റംസാണ്. 5 ലോൺ, 6 അതേഴ്സ് ടു ബി സ്പെസിഫൈഡ്. വേറെ എന്തെങ്കിലും കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ പിന്നീട് ടോട്ടൽ അസറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ രീതിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. അസറ്റ് സൈഡിൽ 2 ഐറ്റമാണ് വരിക, ഒരു നോൺ കറണ്ട് അസറ്റ്സും അതുപോലെ തന്നെ ഒരു കറണ്ട് അസറ്റ്സും അല്ലേ. പക്ഷേ നോൺ കറണ്ട് അസറ്റ്സിൽ നമ്മൾ 9 ഐറ്റത്തോളം പറയുന്നുണ്ട്. 9 ഐറ്റം നോൺ കറണ്ട് അസറ്റ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് 9 ഐറ്റംസ് എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ടുള്ളൊരു പഠനം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. കറണ്ട് അസറ്റ്സ് അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സിൽ പറയുന്ന 4 കറണ്ട് അസറ്റ്സ് ഏതാണ്, ഇത് കൃത്യമായിട്ട് കുട്ടികൾ പഠിക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ ഫിക്സഡ് അസറ്റും അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നതിൽ 2 ഐറ്റംസ് ആണുള്ളത്.
ഒന്ന് ഫിക്സഡ് അസറ്റ്സും അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഒന്ന് നോൺ കറണ്ട് അസറ്റ്സും അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സും. ഇത് നമ്മളെല്ലാവരും നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, +2 തൊട്ട് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഈ നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് 1 മുതൽ 9 വരെയുള്ള ഐറ്റംസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. കറണ്ട് അസറ്റിൽ വരുന്ന 1 മുതൽ 4 വരെയുള്ള ഐറ്റംസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്, അതായത് ലയബിലിറ്റി സൈഡാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് അസറ്റ് സൈഡാണ്. ഇനിയുള്ള ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഞാൻ വായിക്കാം. ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യത്തെ ഹെഡ് ഇക്വിറ്റിയാണ്. ഇക്വിറ്റിയിലെ ഒന്നാമത്തെ ഹെഡ് എന്ന് പറയുന്ന എ പോയിൻ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 2 ബി പോയിൻ്റ് അതർ ഇക്വിറ്റിയുടെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അതർ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടായിട്ടാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ഇനി വരുന്നത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോൺ കറണ്ട് ലയബിലിറ്റിയും മറ്റൊന്ന് കറണ്ട് ലയബിലിറ്റിയും. അപ്പോൾ ആദ്യം നോൺ കറണ്ട് ലയബിലിറ്റി എഴുതാം. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് അവിടെ എഴുതി വയ്ക്കുക, ഹെഡിങ് എഴുതി വയ്ക്കുക, നോൺ കറണ്ട് ലയബിലിറ്റി. പിന്നീട് അതിൽ എ പോയിൻറ്റിലാണ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ വരുന്നതാണ് ബോറോയിങ്സ്, ഒന്ന് കടം വാങ്ങുന്നത്. ട്രേഡ് പേയബിൾസ്, അത് നോൺ കറണ്ട് ആണ് പറഞ്ഞിട്ടുള്ള ട്രേഡ് പേയബിൾസ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 3 അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, മറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ടു ബി സ്പെസിഫൈഡ്, അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. ബി പോയിൻ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കഴിഞ്ഞ അടുത്ത പോയിൻ്റ് പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് എന്ന് എന്താണെന്ന് നമുക്കറിയാം, അല്ല അതാണ് ഇവിടെ പ്രൊവിഷനായിട്ട് പറയുന്നത്, നോൺ കറണ്ട് പ്രൊവിഷൻസ് ആണ്. സി പോയിൻ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അത് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഡി പോയിൻ്റ് അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്, മറ്റ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് അടുത്ത ഹെഡിങ്. അപ്പോൾ ഇവിടെ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ നമുക്ക് 4 പോയിൻ്റാണുള്ളത്, ABCD 4 പോയിൻ്റാണ് നോൺ കറണ്ട് ലയബിലിറ്റീസിലുള്ളത്. അത് നന്നായിട്ട് പഠിക്കണം. പിന്നീടുള്ളത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന എ പോയിൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. വീണ്ടും ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ വീണ്ടും സെയിം പോയിൻറ്റ്സ് തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ബോറോയിങ്സ്, അതുപോലെ തന്നെ ട്രേഡ് പേയബിൾസ്, അതുപോലെ തന്നെ അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉള്ളത്. ദെൻ ബി പോയിൻ്റ് വരുന്നത് അതർ കറണ്ട് ലയബിലിറ്റീസ്, മറ്റുള്ള കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്. പിന്നെ സി പോയിൻ്റ് പ്രൊവിഷൻസ്, ഡി പോയിൻ്റ് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് വരുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റീസ് വരുന്നത്. ഇനി നമ്മൾ താഴേക്ക് കൂട്ടിയെഴുത ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ പഠിച്ച ബാലൻസ് ഷീറ്റിനോട് പോലെ തന്നെ ആദ്യം അസറ്റ് സൈഡ് എഴുതുക. അസറ്റ് സൈഡ് എഴുതുമ്പോൾ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും ഡിവൈഡ് ചെയ്ത് എഴുതുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ചില പ്രത്യേക ഹെഡുകളിലെ ഐറ്റംസ് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്ലാന്റ്, പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റിലാണ് നമ്മൾ പ്ലാന്റിൽ എന്ത് വരുന്ന എല്ലാ അസറ്റുകളും, ഒരുവിധപ്പെട്ട അസറ്റുകൾ, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, അതുപോലെയുള്ള ഐറ്റംസ് ഒരുപാടുള്ളതൊക്കെ, ഒരുപാട് ഒട്ടുമുക്കാൽ അസറ്റുകളും നമ്മൾ ഫാക്ടറിയിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റുകളൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലെ എല്ലാ അസറ്റുകളും നമ്മൾ ഏറെക്കുറെ ഉൾക്കൊള്ളിക്കണം. 2 ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് പറയാം, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മൂന്നാമത്തെ ഐറ്റം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ പഠിക്കണം, അത് അവിടെ ഉൾക്കൊള്ളിക്കേണ്ട ഐറ്റംസ് എന്താണെന്ന് പഠിക്കണം. 4 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ 4ാമത്തെ പോയിന്റിൽ ഗുഡ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗുഡ് എഴുതണം. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് 5ാമത്തെ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അസറ്റ് സൈഡിൽ എന്തൊക്കെ വരുമെന്നുള്ളത് നമുക്കറിയാം ഓൾറെഡി. പക്ഷേ നമുക്കറിയാമെന്നുള്ളതിനെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. അതും നമുക്കറിയാം. ദാറ്റ് ഈസ് നോൺ കറണ്ട് അസറ്റ്സ് ആദ്യം എഴുതുന്നു, പിന്നീട് കറണ്ട് അസറ്റ്സ് എഴുതുന്നു. ഈ നോൺ കറണ്ട് അസറ്റ്സ് എഴുതുന്നതും നമുക്കറിയാം, എന്തൊക്കെയാണ് നോൺ കറണ്ട് അസറ്റ് വരണതെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ആ വരുന്ന നോൺ കറണ്ട് അസറ്റുകളെ ചില ഹെഡുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഉൾക്കൊള്ളിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, PPE, അതിലാണ് ഒട്ടുമുക്കാൽ ഫിക്സഡ് അസറ്റുകളും വരുന്നത്. അപ്പോൾ അത് ആ ഐറ്റംസ്, ഇതിൽ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം.
മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് അത് പഠിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ, കറണ്ട് അസറ്റാണ്. നമുക്കറിയാം ആ കറണ്ട് അസറ്റിൽ ഇൻവെൻട്രീസ്, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ഈസിയാണ് കറണ്ട് അസറ്റ്സ്. ദെൻ അതിൻ്റെ ടോട്ടൽ എഴുതുക, അതായത് അസറ്റ് സൈഡിൻ്റെ ടോട്ടൽ നമ്മൾ കൂട്ടി എഴുതുക, ടോട്ടൽ അസറ്റ്സ് കിട്ടും. ടോട്ടൽ അസറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡാണ്, അതും നമുക്കറിയാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, പിന്നെയുള്ള ഭാഗം ലയബിലിറ്റീസാണ്. ലയബിലിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അതായത് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്ന് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ ഇവിടെ ചില ഹെഡുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹെഡുകളിലേക്ക് നമുക്കറിയുന്ന നോൺ കറണ്ട് ലയബിലിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് മാറ്റണം. അതുമല്ലെങ്കിൽ ആ ഹെഡുകൾ പഠിച്ചു വെച്ച് നമുക്ക് അറിയാവുന്ന നോൺ കറണ്ട് ലയബിലിറ്റീസൊക്കെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വേണ്ടൂ. ഇതിനെ കുറച്ചുകൂടി ഹെഡ് പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എല്ലാവരും തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഹെഡിങ്ങുകൾ പഠിക്കണം. അതിനകത്ത് വരുന്ന ഐറ്റംസ് ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, അത് നന്നായിട്ട് പഠിച്ച് ഓർത്ത് വെച്ചാൽ മാത്രമേ, ഇതൊരു എസ് എ ചാപ്റ്ററാണ്, ഇതിൽ നിന്ന് എന്തായാലും ടോപ്പിക് ഉണ്ടാവാം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ചില ജനറൽ ഇൻസ്ട്രക്ഷൻസ്, ചില ഐറ്റംസ് ഓരോന്നെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആയിട്ടാണ് കറണ്ട് അസറ്റ്സ്, അല്ലേ? അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മുടെ മനസ്സിലുള്ള പല ധാരണകളുണ്ടായിരിക്കാം. ഏറെക്കുറെ 90% ശരിയാണ്. അതൊക്കെ തന്നെയാണ് നമ്മളിവിടെയും പറയാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ചില എക്സ്പ്ലനേഷൻസിൽ ചില മാറ്റങ്ങളുണ്ട്. ആ എക്സ്പ്ലനേഷനിലുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. an asset classified as a current asset, then it should fulfill the following conditions. അതിൽ an asset shall be classified as current asset, then when it is satisfies any of the following conditions. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഒരു any of the following condition എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോളോ ചെയ്താലാണ് നമുക്ക് ഒരു അസറ്റിനെ കറണ്ട് അസറ്റാന്ന് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന്, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഇൻ ദ കമ്പനീസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. കമ്പനിയുടെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ റിയലൈസ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ള അസറ്റാണ്. അപ്പോൾ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ വരും, എന്താണ് ഈ നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നോർമലി അത് 12 മാസമാണ്. അപ്പോൾ കുട്ടികൾക്ക് തോന്നും ഇത് ഒരു വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്യുക, 12 മാസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോരെ, അത് അടുത്ത പോയിൻ്റായിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒരു വർഷമില്ല എങ്കിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഒരു വർഷത്തിനേക്കാൾ കുറച്ച് കൂടി എങ്കിൽ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത്, ഈ കറണ്ട് അസറ്റ് നമ്മുടെ കയ്യിലുള്ളത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. ബൈയിങ് ഓർ സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അസറ്റാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായാലും? അതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആണ്, അതായിരിക്കാം. 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു റിയലൈസ്ഡ് വിത്തിൻ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ബാലൻസ് ഷീറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമുള്ള 12 മാസത്തിനുള്ളിൽ ഇത് റിയലൈസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന അസറ്റാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻറ്റ്. അത് ക്യാഷോ ക്യാഷ് ഈക്വലൻറ്റോ ആയിരിക്കണം. അൺലെസ് ഇറ്റ് റെസ്ട്രിക്റ്റഡ് ഫ്രം ബീയിങ് എക്സ്ചേഞ്ച്ഡ് ഫോർ, അല്ലെങ്കിൽ സെറ്റിൽഡ് എ ലയബിലിറ്റി. അത് ക്യാഷോ ക്യാഷ് ഈക്വലൻറ്റോ ആയിരിക്കണം. അതല്ലെങ്കിൽ അതൊരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കിട്ടിയതോ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ 4ാമത്തെ പോയിന്റിൽ എളുപ്പമുണ്ട്, അത് ക്യാഷോ ക്യാഷ് ഈക്വലൻറ്റോ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇത്തരം 4 പോയിന്റുകൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അത് നോൺ കറണ്ട് അസറ്റാണ്. അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? നോൺ കറണ്ട് അസറ്റ് എന്നുള്ള പേരിൽ പറയാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിനെ എളുപ്പത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ, കറണ്ട് അസറ്റ് എന്ന് പറയുന്നൊരു അസറ്റ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ക്യാഷായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന അസറ്റായിരിക്കണം. 1. 2 എന്ന് പറയുന്നത് അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിനായിട്ടായിരിക്കണം അത് നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നമ്മുടെ കൈവശം ഇരിക്കുന്നത്. 3 എന്ന് പറയുന്നത്
12 മാസത്തിനുള്ളിൽ റിയലൈസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഐറ്റം ആയിരിക്കണം. റിയലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാഷായിട്ട് മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ഐറ്റം ആയിരിക്കണം. 4 എന്ന് പറയുന്നത് ക്യാഷോ ക്യാഷ് ഈക്വലൻറ്റോ ആയിരിക്കണം. ഇത്രയും ഐറ്റംസ് അല്ലെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്താൽ അത് കറണ്ട് അസറ്റാണ്. ഇത്രയും ഐറ്റംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോൺ കറണ്ട് അസറ്റ്. അത് നോൺ കറണ്ട് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. രണ്ടാമത്തെ പോയിൻ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നോർമലി ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്രയാണ്? 12 months ആണ്, 1 year ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നോർമലി എത്രയാണ്? 12 months ആണ്, അല്ലെങ്കിൽ ഒരു കൊല്ലമാണ്. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്, ഒരു വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. സാധാരണ നോർമലി എത്രയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു വർഷമാണ്, 12 മാസമാണ്. തേർഡ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഞാനിവിടെ പറയുന്നില്ല. കറണ്ട് ലയബിലിറ്റിയുടെ പോയിൻ്റ് ഏറെക്കുറെ സെയിം ആണ് കറണ്ട് അസറ്റുമായിട്ട്, അല്ലെങ്കിൽ കറണ്ട് അസറ്റുമായിട്ട് സെയിം ആണ്. എങ്കിലും ഇനി ആർക്കെങ്കിലും സംശയമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാം, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് വിതിൻ 12 months അല്ലെങ്കിൽ വിതിൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. 12 മാസം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്നതായിരിക്കണം. കമ്പനിയുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഐറ്റം ആയിരിക്കണം അത്. അതുപോലെ തന്നെ 12 monthsനുള്ളിൽ സെറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യേണ്ട ഒരു ബാധ്യത ലയബിലിറ്റി ആയിരിക്കണം കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്യാഷോ ക്യാഷ് ഈക്വലൻറ്റോ ആയിരിക്കണം. ഇതാണ് ക്യാഷോ ക്യാഷ് ഈക്വലൻറ്റോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 12 മാസം കഴിഞ്ഞാൽ അത് ക്യാഷായിട്ടോ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ടോ പേ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കണം. ഇത്രയും 4 ഐറ്റം അല്ലെങ്കിൽ ഇത്രയും 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അത് നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. ഇത്രയാണുള്ളത്. 4 ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിസീവബിൾസ് ഈസ് എൻ എമൗണ്ട് ഡ്യൂ ടു ഓൺ സെയിൽസ്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂ എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അതായത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുള്ള പൈസയെ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാം. സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുകയാണ്, 5 ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ഓൺ അക്കൗണ്ട് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. ആൻ എമൗണ്ട് ഡ്യൂ ഓൺ അക്കൗണ്ട് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ആയിട്ടുള്ള കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ആദ്യത്തെ ഹെഡിൽ പറയുന്നത്. അടുത്തത് നമ്മൾ എക്സ്പ്ലനേഷൻ ഓഫ് അസറ്റുകൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അസറ്റുകൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതിൽ ഒന്നാമത്തെ പോയിൻ്റാണ്, ക്യാപിറ്റൽ ലെറ്റർ എ പോയിൻ്റാണ് നോൺ കറണ്ട് അസറ്റ്സ് ആണ് ഒന്നാമത്തെ ഐറ്റം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് PPE ആണ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഒന്നാമത്തെ ഹെഡാണ്. ഞാൻ പറഞ്ഞ ഏറെക്കുറെ എല്ലാ അസറ്റുകളും അതിൽ വിടും എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ അസറ്റുകളും ഉണ്ടാവുന്നതിന് നമ്മൾ തരംതിരിച്ച് എഴുതരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇതിൽ തന്നെ ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാ അസറ്റിൻ്റെയും എമൗണ്ടൊക്കെ എഴുതി നമ്മൾ ഈ ഹെഡിലേക്ക് കൊള്ളിക്കണം. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നോക്കാം. ആസ് പെർ ഷെഡ്യൂൾ 3 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഷാൾ ബി ക്ലാസിഫൈഡ് ആസ്. ഇനി ഓരോന്ന് ഐറ്റംസ് പറയാണ്, ശ്രദ്ധിക്കുക. ലാൻഡ്, ബിൽഡിങ്സ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ബെയറർ പ്ലാന്റ്സ്, എയർക്രാഫ്റ്റ്, വെഹിക്കിൾസ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, അസറ്റ്സ് അണ്ടർ ലീസ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ ഐറ്റംസ് പറഞ്ഞു അല്ലേ? ഏറെക്കുറെ എല്ലാ ഫിക്സഡ് അസറ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്കൊന്നുകൂടി നോക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഐറ്റംസൊക്കെ വായിക്കാം. ലാൻഡ് വരുന്നുണ്ട്, ബിൽഡിംഗ് വരുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് വരുന്നുണ്ട്, ബെയറർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. ബെയറർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്ലാന്റുകൾ. ഇപ്പോൾ വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ് നമ്മുടെ കോൺക്രീറ്റ് മിക്സിങ് ചെയ്യുന്ന ലോറി. അത് ഒരു യൂണിറ്റാണ്. ആ ലോറി നമ്മൾ ഒരേ സമയം ട്രാവൽ ചെയ്യുകയും ചെയ്യാം. അതിനുള്ളിലേക്ക് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സിമൻറ്റ്, മണൽ, അതുപോലെ തന്നെ മെറ്റല്, വെള്ളം, ഇതൊക്കെ ഒരു പ്രത്യേക അളവിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ അത് മിക്സിങ് നടക്കും. മിക്സിങ് നടത്തി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും മിക്സിങ് കഴിഞ്ഞു.
ഒരു പ്രത്യേക ടണൽ ഉപയോഗിച്ച് അത് കോൺക്രീറ്റിലേക്ക് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്ന സിസ്റ്റം വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ അതുമാത്രമല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ബെയറർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാവുന്ന, കൊണ്ടു നടക്കാവുന്ന പ്ലാന്റുകളെയാണ് ബെയറർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള സമയത്ത് ഓണർഷിപ്പ് നമുക്കായിരിക്കാം. അങ്ങനെയാണ് ബെയറർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എയർക്രാഫ്റ്റ് ഒരു അസറ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. വെഹിക്കിൾസ്, നമ്മുടെ വെഹിക്കിള്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, അസറ്റ്സ് അണ്ടർ ലീസ്, ഇതൊക്കെ വരേണ്ടത് ഏത് ഹെഡിലാണ്? ഈ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള ഹെഡിലാണ്. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഇത്തരം ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുകയും, നോട്ടിന് ഒന്നാമത്തെ ഐറ്റമാണല്ലോ, അപ്പോൾ മിക്കവാറും നോട്ട് നമ്പർ 1 ആയിരിക്കും PPക്ക് വരിക. എന്നിട്ട് ഈ ഐറ്റംസൊക്കെ എഴുതണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കുട്ടികൾ ശ്രദ്ധിക്കുക. ദെൻ ഷെഡ്യൂൾ നമ്പർ 3 റിക്വയേഴ്സ് റീകൺസിലിയേഷൻ ഓഫ് ദ ഗ്രോസ് ആൻഡ് നെറ്റ് ക്യാരിയിങ് എമൗണ്ട്സ്. ഈ ഷെഡ്യൂൾ നമ്പർ 3 പറയുന്ന മറ്റൊരു സ്പെസിഫിക്കേഷൻ കൂടി നിർബന്ധമാണ്. ഇതിൻ്റെ റീകൺസിലിയേഷൻ വേണം. ഗ്രോസ് എമൗണ്ട്, നെറ്റ് എമൗണ്ട് തമ്മിലുള്ള റീകൺസിലിയേഷൻ വേണം. അപ്പോൾ ഇത് പെട്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാനതിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് ഒരു അസറ്റ് വാങ്ങി. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ 100 രൂപയാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 800 രൂപയായിരിക്കും. എന്താ കാരണം? 100 രൂപ വെച്ച് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 800 രൂപയാണ്. അപ്പോൾ ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്, പർച്ചേസ് വാല്യൂ ആണ്. നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 800 രൂപയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ്. ഇതുപോലെ നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും ഗ്രോസ് വാല്യൂവും നെറ്റ് വാല്യൂവും അതിൻ്റെ കമ്പാരിസണും കൃത്യമായിട്ട് ക്ലാസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലും ഉള്ള, അല്ലെങ്കിൽ വാല്യൂ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ റിപ്പോർട്ടിംഗ് പീരീഡ്, അത് കൃത്യമായിട്ടാണ്. ഇപ്പോൾ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു IFRS ടേം വന്നു, പുതിയ ടേമാണ്. നമ്മൾ പറയുന്ന പോലെ മാർച്ച് 2017, മാർച്ച് 2020 അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ചെറുതായിട്ട് നമ്മുടെ ഇതുവരെ എക്സ്പ്രസ് ചെയ്തിരുന്ന രീതിയിൽ മാറ്റം വരുത്തണം. റിപ്പോർട്ടിംഗ് പീരീഡിലെ ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും ഗ്രോസും നെറ്റും എമൗണ്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസൊക്കെ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. മാത്രമല്ല, ആൻഡ് ഷോയിങ് അഡീഷൻസ്, ഡിസ്പോസൽസ്, അക്വിസിഷൻ, അതായത് അഡീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം വാങ്ങിയ അസറ്റുകൾ സെപ്പറേറ്റ് കാണിക്കണം, ഈ വർഷം ഡിസ്പോസ് ചെയ്തത് സെപ്പറേറ്റ് കാണിക്കണം. അതുപോലെ തന്നെ അക്വിസിഷൻ ത്രൂ ബിസിനസ് കോമ്പിനേഷനിലൂടെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള അസറ്റുകൾ, ബിസിനസ് കോമ്പിനേഷനിലൂടെ അക്വയർ ചെയ്തിട്ടുള്ള അസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് കോമ്പിനേഷൻ ആദ്യം എന്താണെന്ന് അറിയണ്ടേ? ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി, കമ്പനീനെയാണ് നമ്മൾ IFRSലെ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി വേറൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് അക്വിസിഷൻ അല്ലെങ്കിൽ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ബിസിനസ് കോമ്പിനേഷനിലൂടെ നമുക്ക് കിട്ടിയതാണെങ്കിൽ അത് സെപ്പറേറ്റ് കാണിക്കണം. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. നമുക്ക് കൂടുതൽ ആ ഏരിയയിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസ്, ഇത്രയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അസറ്റുകൾ മാത്രം ഉണ്ടായാൽ പോരാ, PPയിൽ വരുന്ന അസറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഏറെക്കുറെ എല്ലാ അസറ്റുകളും നമ്മൾ ടച്ച് ചെയ്തു. ആ അസറ്റുകളുടെയൊക്കെ ഗ്രോസ് വാല്യൂ, നെറ്റ് വാല്യൂ ആൻഡ് ഡിഫറൻസ് അത് മാച്ച് ആവണം. അതിൻ്റെ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും വാല്യൂസ് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഓരോ വർഷത്തെയും ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിലെയും അഡീഷൻസ്, ഡിസ്പോസൽസ്, അഡീഷൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ്, പുതിയ മെഷീനറികൾ, പുതിയ അസറ്റ് വാങ്ങിയത് കൃത്യമായിട്ട് പറയണം. ഡിസ്പോസൽസ് എന്ന് പറഞ്ഞാൽ വിറ്റ അസറ്റുകൾ കൃത്യമായിട്ട് പറയണം. അതുപോലെ തന്നെ അക്വിസിഷൻസ് ത്രൂ ബിസിനസ് കോമ്പിനേഷനിലൂടെ അക്വയർ ചെയ്യുന്ന അസറ്റുകൾ. നമ്മൾ ഒരു കമ്പനി വേറൊരു കമ്പനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസറ്റുകൾ കിട്ടും അല്ലേ? അത്തരം അസറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. മാത്രമല്ല, ഈ അസറ്റുകളുടെയൊക്കെ ഡിപ്രീസിയേഷൻസും ഇമ്പയർമെൻറ്റ് ലോസും, ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത് പുതിയൊരു ടേമാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ പോലെയുള്ളൊരു ഐറ്റമാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇമ്പയർമെൻറ്റ് ലോസസ് അടക്കം ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇതിനൊപ്പം
ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. ഇതാണ് ഒന്നാമത്തെ PPയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തായിട്ടാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഓർ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്സ് വിച്ച് ആർ നോട്ട് യെറ്റ് റെഡി ഫോർ യൂസ്. അതായത് കൺസ്ട്രക്ഷൻ, നമ്മളൊരു ഫിക്സഡ് അസറ്റ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കത് ഉപയോഗയോഗ്യമായിട്ടില്ല, അത് ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാണ് എന്താണ്, നമ്മളൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ റോഡ് കൺസ്ട്രക്ട് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഫാക്ടറി പ്രെമിസസ് നമുക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അവിടെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പെൻസസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗയോഗ്യമാകുന്ന എപ്പോഴാണ്? ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അസറ്റ് നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അതേസമയം നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ അതിന് വന്നിട്ടുണ്ടാവും. അത്തരം ഐറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ആ പേര് പറയുന്ന പോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള ബോർഡ് ഒക്കെ സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കാറിലോ ബസ്സിലൊക്കെ പോകുമ്പോൾ റോഡ് ക്ലോസ്ഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, അല്ലെങ്കിൽ റോഡ് പാർഷ്യലി ക്ലോസ്ഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൻ്റെ അർത്ഥം വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്, ഉപയോഗയോഗ്യമായിട്ടില്ല മുഴുവനായിട്ട്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ക്യാപിറ്റൽ നേച്ചറൽ എക്സ്പെൻഡിച്ചർ നടന്നുകൊണ്ടിരിക്കുക, പക്ഷെ അത് ഉപയോഗയോഗ്യമായിട്ടില്ല, ഇപ്പോഴും ഉപയോഗിക്കാനുള്ള ഒരവസ്ഥ അതിന് ആയിട്ടില്ല. അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗുഡ്വില്ലാണ്. ഗുഡ്വിൽ എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ഗുഡ്വില്ല് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്, പക്ഷേ മറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. അവിടെയും ഗുഡ്വില്ലിൻ്റെ അവിടെയും നമ്മൾ നേരത്തെ അസറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ എന്താണ്, റീകൺസിലിയേഷൻ ഓഫ് ഗ്രോസ് ആൻഡ് നെറ്റ് എമൗണ്ട്, അതുപോലെ തന്നെ ഓപ്പണിംഗ് റിപ്പോർട്ടിംഗ് പീരീഡിലെയും ക്ലോസിംഗ് റിപ്പോർട്ടിംഗ് പീരീഡിലെയും എമൗണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ബിസിനസ് കോമ്പിനേഷനിലൂടെ കിട്ടിയിട്ടുള്ള അക്വിസിഷൻ, ഡിസ്പോസൽസ്, അഡീഷണൽസ്, അതായത് ഏറെക്കുറെ നേരത്തെ പറഞ്ഞ PPയിൽ പറഞ്ഞ എല്ലാ ഷെഡ്യൂൾ നമ്പർ 3 PPയിൽ ആവശ്യപ്പെട്ട എല്ലാ റിക്വയർമെൻറ്റ്സും എവിടെയും ആവശ്യപ്പെടുന്നു, ഗുഡ്വില്ലിൻ്റെ കേസിലും ആവശ്യപ്പെടുന്നു. 4 അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പറയാവുന്ന എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. 1 ബ്രാൻഡ്സ് ഓർ ട്രേഡ് മാർക്സ്. നമ്മുടെ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഓരോ ബ്രാൻഡ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മികച്ച ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് V-Guard, ഭീമ ജ്വല്ലേഴ്സ്, മുത്തൂറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡ് നെയിമുകൾ. ട്രേഡ് മാർക്സ്, അവരുള്ള ട്രേഡ് മാർക്ക്. ഇപ്പം മുത്തൂറ്റിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ 2 ആനകളുടെ ചിഹ്നമുള്ള മുത്തൂറ്റ് എന്ന് പറയുന്നു. അപ്പോൾ വേറെ മുത്തൂറ്റ് ഫിനാൻസ്, ഫിൻകോർപ്പ്, അങ്ങനെ പല സ്ഥാപനങ്ങളുള്ള കാരണം കൊണ്ട് അവർ ആ മുത്തൂറ്റിൻ്റെ ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ സെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ട്രേഡ് മാർക്ക് കൂടി അവരതിൻ്റെ കൂടെ വന്നിരിക്കുന്നു. ഇപ്പം V-Guard എഴുതുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു കങ്കാരുവിൻ്റെ പടം കൂടി ഉണ്ട് അല്ലേ? ഇങ്ങനെയുള്ള ബ്രാൻഡുകളും അതുപോലെ തന്നെ ട്രേഡ് മാർക്സും അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ്. B പോയിൻ്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, കമ്പനിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ. 3 പബ്ലിഷിംഗ് മെത്തേഡ്സ് ആൻഡ് ടൈറ്റിൽസ്. നമ്മുടെ ടൈറ്റിലുകൾ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ പരസ്യവാചകങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയില്ലേ വിശ്വാസം, അതെല്ലാം എല്ലാം എന്നുള്ള അതുപോലെയുള്ള ടൈറ്റിലുകൾ ഉണ്ടായിരിക്കാം. മൈനിങ് റൈറ്റ്സ്, D പോയിൻ്റ് മൈനിങ് റൈറ്റ്സ്. E പോയിൻ്റ് ആയിട്ട് പറയുന്നത് കോപ്പി റൈറ്റ്സ്, പേറ്റൻറ്റ്, അതുപോലെ തന്നെ അതർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദെൻ സർവീസസ് ആൻഡ് ഓപ്പറേറ്റിംഗ് റൈറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ. F പോയിൻ്റ് ആയിട്ട് പറയുന്നത് റെസിപ്പീസ്, ഫോർമുല, മോഡൽസ്, ഡിസൈൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ്, അത്തരം കാര്യങ്ങൾ. ലാസ്റ്റ് Gയിൽ പറയുന്നത് ലൈസൻസസ് ആൻഡ് ഫ്രാഞ്ചൈസീസ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിനൊക്കെ എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഷെഡ്യൂൾ നമ്പർ 3 പറയുന്ന പോലെ തന്നെ എന്താണ് റീകൺസിലിയേഷൻ ഓഫ് ഗ്രോസ് ആൻഡ് നെറ്റ് എമൗണ്ട്,
അതുപോലെ തന്നെ അതിൻ്റെ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് റിപ്പോർട്ടിംഗ് പീരീഡിലെ എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, ഡിപ്രീസിയേഷൻസ്, അതുപോലെ തന്നെ കണ്ടന്റ് ചെയ്യേണ്ട ഐറ്റംസ്, നമ്മൾ ഉപയോഗത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഐറ്റം. ഇപ്പോൾ ചില അസറ്റുകൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉപയോഗത്തിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ വരും. പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ വരുമ്പോൾ നമുക്ക് മാറ്റേണ്ട അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വർഷം വാങ്ങിയ ഐറ്റംസ് എന്തൊക്കെയാണ്, അതായത് അഡീഷൻസ് എന്തൊക്കെയാണ്, ഡിസ്പോസൽസ് എന്തൊക്കെയാണ്, ഇമ്പയർമെൻറ്റ് ലോസസ് ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് വരുന്നതാണ്. അതെന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് 4ാമത്തെ ഐറ്റം. 5, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മീൻസ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് which is held to earn rent or capital appreciation or both. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഞാൻ ഒന്നുകൂടി പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മീൻസ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്, ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ, വിച്ച് ഈസ് ഹെൽഡ് ടു ഏൺ റെൻറ്റ് ഓർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ ബോത്ത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാൻഡിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടോ, അത് എന്ത് വേണം, അത് നമുക്ക് റെൻറ്റോ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ അപ്രീസിയേഷനോ ഒക്കെ തരുന്നതായിരിക്കണം. അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെയും നേരത്തെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ക്യാരിയിങ് എമൗണ്ട്, നെറ്റ് എമൗണ്ട്, ഗ്രോസ് എമൗണ്ട്, നെറ്റ് എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ ഓപ്പണിംഗ് റിപ്പോർട്ടിംഗ് പീരീഡിലും ക്ലോസിംഗ് റിപ്പോർട്ടിംഗ് പീരീഡിനും ഇടയ്ക്ക് സംഭവിച്ച അഡീഷൻസ്, ഡിസ്പോസൽസ്, അക്വിസിഷൻസ് ത്രൂ ബിസിനസ് കോമ്പിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻസ്, ഇമ്പയർമെൻറ്റ് ലോസ്, ഇതൊക്കെ സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചിരിക്കണം. 6, ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിന് നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് റെഫർ ടു ക്യാഷ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ക്യാഷും അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ഇക്വിറ്റിയും അതുപോലെ തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനൊക്കെയാണ് സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2, നോൺ കറണ്ട് ആൻഡ് കറണ്ട്. ഫിനാൻഷ്യൽ അസറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നോൺ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സും അതുപോലെ തന്നെ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സും. നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റ് വരച്ച ഓരോ ഐറ്റംസും ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കറണ്ട്, നോൺ കറണ്ട് ആയിട്ട്, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ, രണ്ട് കാറ്റഗറിയിലും എന്ത് വന്നിട്ടുണ്ട്, ഈ ഫിനാൻഷ്യൽ കറണ്ട് അസറ്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെയും 2 ഐറ്റംസും ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻക്ലൂഡ് 1, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, 2, നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾസ്, 3, നോൺ കറണ്ട് ലോൺസ്, 4, നോൺ കറണ്ട് അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഞാൻ ഒന്നുകൂടി പറയാം. നോൺ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻക്ലൂഡ് 1, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക, ഷെയറിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 2, നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾസ്. നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് ആയിട്ട് ഉള്ള എമൗണ്ടുകൾ കിട്ടാനുണ്ടായിരിക്കുക. അത് നോൺ കറണ്ട് ലോൺസ്. നോൺ കറണ്ട് ലോൺസ് എന്ന് പറഞ്ഞാൽ ദീർഘനാളത്തേക്കുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അതർ നോൺ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇനി നമുക്ക് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നോൺ കറണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഈ 1, 2, 3, 4 പറഞ്ഞു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി എന്താണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്? നമ്മളിപ്പം ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു, എന്താണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു. ഇനി അത് എന്താണെന്ന് നോക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ it is the financial instruments with the intention to hold such investments for a period exceeding 12 months. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാവുന്നത്, നമ്മുടെ കൈവശമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, 12 മാസത്തിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈവശം വയ്ക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് അതിൽ പെടുന്നത് നോക്കാം. 1, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്. ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. 2, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
3 ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഗവൺമെൻറ് ഓർ ട്രസ്റ്റ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് അല്ലെങ്കിൽ ട്രസ്റ്റ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 4 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ്, ഡിബഞ്ചേഴ്സിലും ബോണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും, അല്ലാത്തവർക്ക് നമുക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേംസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നോൺ കറണ്ട് ആണ്. അതർ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യണം, നേച്ചർ നമ്മൾ അതിൻ്റെ എന്ത് രീതിയിലാണത് നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇനി അണ്ടർ ഈച്ച് ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഷാൾ ബി ഗിവൺ ഓഫ് നെയിംസ് ഓഫ് ബോഡി കോർപ്പറേറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ നെയിംസ് ലൈക്ക് എന്താണ്, സബ്സിഡറീസ്, അസോസിയേറ്റ്സ്, ജോയിൻറ്റ് വെഞ്ചർ, controlled special purpose entities in whom investments have been made and the nature and extent of the investments so made in each such body corporate. അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അത് എവിടേക്കായിരിക്കണം, സബ്സിഡറീസ് ആണോ, എന്താ സബ്സിഡറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സിഡറി കമ്പനികളാണോ. 2 അസോസിയേറ്റ്സ് ആണോ, നമ്മുടെ കൂടെയുള്ള കമ്പനികളാണോ. 3 ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആണോ, ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആയിട്ട് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളാണോ. ദെൻ കൺട്രോൾഡ് സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റീസ്, നമ്മൾ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റീസ് ആയിട്ട് അത്തരം എൻറ്റിറ്റികളാണോ. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. അതിൻ്റെ നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കമ്പനിയായിട്ട് ബന്ധമുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയണം. ഇനി പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ പേര്, അതിൻ്റെ ഫേമിൻ്റെ പേര്, അതിൻ്റെ പാർട്ട്നേഴ്സ്, അതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ, ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. അത് കുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സിൽ 4 സബ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കുക, നമ്മുടെ മനസ്സിലേക്ക് വരിക ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാത്ത കാര്യങ്ങളല്ല. പിന്നെ ഇവിടെ നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 12 മാസത്തിനേക്കാൾ അല്ലെങ്കിൽ 1 കൊല്ലത്തിനേക്കാൾ കൂടുതലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഇവിടെ നോൺ കറണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ചില കേസുകൾ കൂടി നമ്മൾ കൃത്യമായിട്ട് അവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഐറ്റംസ് എടുത്തു പറയുന്നുണ്ട് ഇതിൽ. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് കോട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ് വാല്യൂ. അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് കോട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോട്ട് ചെയ്തിട്ടുള്ള, നമ്മൾ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട് എത്രയാണ്, ആൻഡ് മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്. നമ്മൾ വാങ്ങിയിട്ടുള്ള എമൗണ്ട് എത്രയാണ്, മാർക്കറ്റ് വാല്യൂ എത്രയാണ്. ബി പോയിൻ്റ് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അൺകോട്ട് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട് എത്രയാണ്. അൺകോട്ടഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അതെന്താണ്, അൺകോട്ടഡ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ എന്താണ്, അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട് എത്രയാണ്. ദെൻ അഗ്രിഗേറ്റ് പ്രൊവിഷൻ ഫോർ ഡിമ്യൂഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിൻ്റെ വാല്യൂവിൽ വരുന്ന വ്യത്യാസത്തിന് വേണ്ടി നമ്മളെന്താണ്, എന്തെങ്കിലും പ്രൊവിഷൻ നമ്മൾ പ്രൊവിഷൻ ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണ്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ വരുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ വരുന്ന ഡിഫറൻസ് ഇൻ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ആ എമൗണ്ട് എത്രയാണ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾസ്. നോൺ കറണ്ട് ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ട്രേഡ് റിസീവബിൾസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ആഫ്റ്റർ 12 months അല്ലേ, ഫ്രം ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. അതായത് 12 മാസത്തിലും കൂടുതൽ പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 1 വർഷം കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്യുന്ന എന്താണ്, ക്രെഡിറ്റേഴ്സിനെയാണ് നമ്മളിവിടെ ഡെപ്റ്റേഴ്സിനെയാണ് നമ്മളിവിടെ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ലോങ് ടേം ട്രേഡ് റിസീവബിൾസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ പോയിൻ്റ് സെക്യൂർഡ്, ദാറ്റ് ഈസ് കൺസിഡേർഡ് ഗുഡ്. ഒന്നാമത്തെ ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ്, പക്ഷേ കൺസിഡേർഡ് ഗുഡ്. സെക്യൂർഡും ആണ്, കൺസിഡേർഡ് ഗുഡും ആണ്. ബി അൺസെക്യൂർഡ് ആണ്, കൺസിഡേർഡ് ഗുഡ്. അൺസെക്യൂർഡ്, കൺസിഡേർഡ് ഗുഡ്. സി ഡൗട്ട്ഫുൾ. ഈ 3 കാറ്റഗറിയാണ് ഒന്നാമത്തെ വരുന്നത്.
രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അലവൻസസ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഷാൾ ബി ഡിസ്ക്ലോസ്ഡ് അണ്ടർ ദ റിലവൻറ്റ് ഹെഡ്സ് സെപ്പറേറ്റ്ലി. ഇതിൻ്റെ അലവൻസസ്, അതായത് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റിനുള്ള എമൗണ്ട് എത്രയാണ്, അലവൻസ് എത്രയാണ്, അല്ലെങ്കിൽ പ്രൊവിഷൻ എത്രയാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. 3, ഡെബ്റ്റ്സ് ഡ്യൂ ബൈ ഡയറക്ടേഴ്സ് ഓർ അതർ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി ഓർ എനി ഓഫ് ദം either severally or jointly with any other person, or debts due by firms or private companies respectively, in which any director is a partner or a director or a member, should be separately stated. അത് ഒരുപാട് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മുടെ ഡയറക്ടേഴ്സോ എംപ്ലോയീസോ നമുക്ക് എന്തെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇതിപ്പോൾ എബവ് 12 months എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പീരീഡായി. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്നോ പൈസ തരാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. ഇനി നമ്മുടെ ഡയറക്ടേഴ്സോ എംപ്ലോയീസോ ഡയറക്ടർമാരോ പാർട്ട്നേഴ്സോ എംപ്ലോയീസോ ഒക്കെ ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുണ്ടോ, ഈ കാറ്റഗറിയിൽ വരുന്നുണ്ടോ, അതും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഇത് ഈ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എന്ന് എടുത്തിട്ടുള്ള സ്പെസിമെൻ കുട്ടികൾ കൃത്യമായിട്ട് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു വെരി മച്ച്.